ഈ കൊച്ചുകുട്ടി അടുത്തുള്ള ഒരു ഐലൻഡിൽ എന്തോ തിളങ്ങുന്നത് നോട്ട് ചെയ്യുന്നു. അവൻ ആ ഐലൻഡിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ജെം സ്റ്റോണും അതിന് മുകളിലായി ഒരു മുട്ടയും ഇരിക്കുന്നു. നോക്കുമ്പോൾ അവൻ ആ മുട്ട കയ്യിലെടുത്തതും അത് വിരിഞ്ഞൊരു കുഞ്ഞാമ പുറത്തു വരുന്നു. അവൻ ആ ജെം സ്റ്റോണും ആമയെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ അവന്റെ അച്ഛന് പെറ്റ്സിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൻ അതിനെ സീക്രട്ടായി വളർത്താമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ അതിശയകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ആമ ആദ്യത്തെ ദിവസത്തേക്കാൾ 2 മടങ്ങായി വളർന്നിരിക്കുന്നു. അതേസമയം അച്ഛൻ റൂം ക്ലീൻ ചെയ്യാനായി വന്നതും അവൻ വേഗം തന്നെ അതിനെ ബ്ലാങ്കറ്റ് വെച്ച് മൂടുന്നു. പക്ഷെ അകത്തേക്ക് വന്ന അച്ഛൻ ആ ബ്ലാങ്കറ്റ് തന്നെ എടുക്കുന്നു. അതിശയകരമായി ആ ആമയെ ബ്ലാങ്കറ്റിനകത്ത് കാണുന്നില്ല. അത് കണ്ടവൻ കൺഫ്യൂസ് ആവുമ്പോൾ പെട്ടെന്ന് ആമ വിൻഡോയുടെ പുറത്ത് പറന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ജനൽ തുറന്ന അടുത്ത വീട്ടിലെ പെൺകുട്ടി മെയ് ആമയെ കണ്ട് ഷോക്കായി നിലവിളിക്കുന്നു. ഭാഗ്യത്തിന് അവന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ അവനെ രക്ഷിക്കാനായി അവൾ കള്ളം പറയുന്നു. അതിനുശേഷം അതൊരു സാധാരണ ആമയല്ലെന്ന് മനസ്സിലാക്കിയവൻ അതിനെ കടൽക്കരയിൽ കൊണ്ടുവിടുന്നു. പക്ഷെ അത് കടലിലേക്ക് പോകാതെ അവനെ ഫോളോ ചെയ്തു വരുന്നു. അതുകൊണ്ട് അവൻ അതിനെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങുന്നു. അതേസമയം അവന്റെ ഫ്രണ്ട്സിനും അതിനെ വളരെയധികം ഇഷ്ടമാവുന്നു. പക്ഷെ വൈകാതെ തന്നെ ആമ പലമടങ്ങ് വലുതാവുന്നു. അത് കണ്ട മെയ് അതിനെ കാണാൻ മോൺസ്റ്റർ ഗമേറയെ പോലെ ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് അവനും ഫ്രണ്ട്സും ചേർന്ന് അതിനെ തിരികെ ആ ഐലൻഡിൽ കൊണ്ടുവിടുന്നു. അതിനുശേഷം അവന് സമയം കിട്ടുമ്പോഴെല്ലാം ആ ഐലൻഡിലേക്ക് വന്ന് ആമയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഐലൻഡിനടുത്ത് കൂടി പോകുന്ന കപ്പലുകളെ ഏതോ മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യുന്നതായി വാർത്ത വരുന്നു. അതറിഞ്ഞ് ഷോക്കായവൻ ആ ഐലൻഡിൽ വന്ന് നോക്കുമ്പോൾ ആമ അവിടെയില്ല. അതേസമയം ആ നാട്ടിലെ ജനങ്ങളെല്ലാം പേടിച്ചോടുന്നു. നോക്കുമ്പോൾ വലിയൊരു ഗോഡ്സില്ല അവരുടെ നാടിനെ ആക്രമിക്കുന്നു. അപ്പോൾ ഇവൻ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുമ്പോൾ അച്ഛൻ വന്ന് അവനെ രക്ഷിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഗോഡ്സില്ല അവരെ കാണുന്നു. ഭാഗ്യത്തിന് വലിയൊരു ആമ അവിടേക്ക് വന്ന് അവരെ രക്ഷിക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് മെയ് പറഞ്ഞതുപോലെ തന്നെ അവൻ ഗമേറയാണ് വളർത്തിയത്. ഇപ്പോൾ ആമയ്ക്കും ഗോഡ്സിലയ്ക്കും ഇടയിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നു. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഗമേറയ്ക്ക് ഗോഡ്സിലയെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. ഒരു ഘട്ടത്തിൽ ഗമേറ താഴെ വീണതും ഗോഡ്സില തന്റെ നാക്ക് വെച്ച് അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്നാൽ ആ സിറ്റുവേഷൻ സ്മാർട്ടായി യൂസ് ചെയ്ത ഗമേറ അതിന്റെ നാക്കിൽ പിടിച്ച് മുകളിലേക്ക് വന്ന് അവസാനം തീ തുപ്പി ആ ഗോഡ്സിലയെ ഇല്ലാതാക്കുന്നു.